മഹാകുംഭമേള കഴിഞ്ഞ് 4 മാസമായിട്ടും ഉറ്റവർ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകാത്തതിൽ ഉത്തർപ്രദേശ് സർക്കാരിനെ അതിരൂക്ഷമായിട്ടാണ് അലഹബാദ് ഹൈക്കോടതി വിമർശിച്ചത്. പ്രയാഗ്രാജിലെ കുംഭമേളയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 4 മാസമായിട്ടും ഉത്തർപ്രദേശ് സർക്കാർ എക്സ്ഗ്രേഷ്യ നഷ്ടപരിഹാരം വിതരണം ചെയ്തില്ലെന്നും സംസ്ഥാനത്തിൻ്റെ പെരുമാറ്റം വളരെ മോശമാണെന്നും കോടതി പറയുന്നുണ്ട്. ജസ്റ്റിസ് സൗമിത്ര ദയാൽ സിംഗ്, ജസ്റ്റിസ് സന്ദീപ് ജെയിൻ എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റേതാണ് നിരീക്ഷണം. സംസ്ഥാനത്തിൻ്റെ പെരുമാറ്റം അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് പറഞ്ഞ കോടതി സർക്കാർ പൗരൻ്റെ ദുരവസ്ഥ നിസ്സംഗതയോടെ നോക്കിക്കാണുകയാണെന്നും വിമർശിക്കുന്നുണ്ട്. നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സമയബന്ധിതമായി പണം നൽകുന്നത് ഉറപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ കർത്തവ്യമാണ്. കുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താതെ പ്രയാഗ്രാജിലെ മോത്തിലാൽ നെഹ്റു മെഡിക്കൽ കോളേജ് കുടുംബത്തിന് കൈമാറിയിട്ടും കോടതി ആശങ്ക പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചയാളുടെ ഭർത്താവ് സമർപ്പിച്ച നഷ്ടപരിഹാര ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഒരാളെ ഏതെങ്കിലും ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ ഏജൻസികൾ നൽകുന്ന രേഖകളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകണം. അവരുടെ ബന്ധുക്കളെ ഇത് അറിയിക്കുകയും ചെയ്യണം. ഏതെങ്കിലും രോഗിയെ മരിച്ച നിലയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നാൽ അതും രേഖപ്പെടുത്തി ബന്ധപ്പെട്ടവരെ അറിയിക്കേണ്ടതാണ്. ഭാര്യയുടെ മൃതദേഹം ഏതോ ആശുപത്രിയിൽ നിന്നാണ് മോർച്ചറിയിലേക്ക് മാറ്റിയതെന്നും ഏത് സാഹചര്യത്തിലാണ് ഹർജിക്കാരൻ്റെ മകന് കൈമാറിയതെന്നും ഹർജിക്കാരനെ അറിയിക്കേണ്ട ചുമതലയുമുണ്ട്. ഇനി മൃതദേഹം എവിടെയെങ്കിലും അവകാശികളില്ലാതെ കണ്ടെത്തുകയാണ് ചെയ്തതെങ്കിൽ പോലീസ് ശരിയായ നടപടി സ്വീകരിക്കുകയും ശരിയായ നടപടിക്രമങ്ങൾ പാലിക്കുകയും ചെയ്യണമായിരുന്നുവെന്നും കോടതി കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇത്തരത്തിൽ ഒരു വിവരവും ലഭ്യമല്ല എന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഫെബ്രുവരിയിൽ മരണപ്പെട്ട യുവതിയുടെ മൃതദേഹം കുടുംബത്തിന് കൈമാറിയെങ്കിലും മരിച്ചയാളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഇതുവരെയായും സംസ്ഥാന സർക്കാർ നൽകിയിരുന്നില്ല. സംസ്ഥാനം ഇതിൽ ഉടൻ നടപടിയെടുക്കണമെന്നതാണ് കോടതിയുടെ ഉത്തരവുണ്ടായത്. പ്രഥമ ദൃഷ്ട്യാ ഈ നിലപാട് അംഗീകരിക്കാനാവാത്തതും പൗരൻ്റെ ദുരവസ്ഥയോടുള്ള നിസ്സംഗതയുമായി തങ്ങൾ കാണുന്നുവെന്നതാണ് യോഗി സർക്കാരിനോട് കോടതി പറഞ്ഞത്. കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ രൂക്ഷ പ്രതികരണത്തിന് മറുപടി നൽകാൻ യോഗിക്ക് ഇതുവരെയായിട്ടും സാധിച്ചിട്ടുമില്ല.